കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ദിവസം റിലേഷൻ ടൈപ്സ് ഓഫ് റിലേഷൻ പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ 2-3 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അല്ലേ? നമുക്ക് അതിൻ്റെ 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് relation R on the set Z of all integers. Relation R in the set Z of all integers. Z set of all integers ആണ് given by R is equal to set xy such that x minus y is an integer. ഡിഫറൻസ് എടുക്കുമ്പോൾ ഇൻറ്റിജർ വരണം. എക്സ് വൈ പെയർ എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇൻറ്റിജർ കിട്ടണം. അങ്ങനെ വരുന്ന എല്ലാ പേഴ്സും നമ്മുടെ ആറിൻ്റെ അകത്ത് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സ് എല്ലാം ഉണ്ട്. 0, 1, 2, 3 എക്സെട്ര, പിന്നെ -1, -2, -3 എക്സെട്ര. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിതൊരു ഇതിനെ ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതാൻ സാധിക്കത്തില്ല. അതായത് ആർ ഇസിക്കൽ ടു സെറ്റ് 1, 1, 1, 2 അങ്ങനെ എല്ലാം എഴുതുന്നത് പ്രാക്ടിക്കൽ ഇല്ല. കാരണം ഇസഡ് എന്നുള്ള ഇൻഫിനിറ്റ് സെറ്റാണ്, ഇഷ്ടം പോലെ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കൂടി എഴുതാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മളിത് ജനറലായിട്ട് അപ്രൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി, സിമെട്രി അതെല്ലാം ഉണ്ടോന്നോ, ഇത് ഈക്വലൻസ് റിലേഷൻ ആണോന്നാ, ഈ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണോന്നാ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വന്നാലേ ഈക്വലൻസ് റിലേഷൻ ആകത്തുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ ഈക്വലൻസ് റിലേഷൻ ആകത്തില്ല. നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് ഉണ്ടോ നോക്കാം. അപ്പം ജനറലായിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജനറലായിട്ട് പറയണമെങ്കിൽ ഏതൊരു ഇൻറ്റിജർ എ എടുത്താലും എ എന്ന് പറയുന്ന പെയർ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം കൺസിഡർ ലെറ്റ് എ ബിലോങ്സ് ടു ഇസഡ്. എ ബിലോങ്സ് ടു ഇസഡ്. ഇസഡിൽ ഏതോ ഒരു ഇൻറ്റിജർ എ എടുത്തു, ഏത് ഇൻറ്റിജറും ആകാം. ജനറലായിട്ട് നമ്മൾ എന്ന് എടുത്തു. അപ്പോൾ എ എന്ന് പറയുന്ന പെയർ ഉണ്ടാവണമെങ്കിൽ എ മൈനസ് എ ഇൻറ്റിജർ ആയാൽ മതി. അപ്പം എ മൈനസ് എ കാണുമ്പോൾ എ മൈനസ് എ എന്ന് പറയുമ്പോൾ എത്ര വരും? എ മൈനസ് എ കണ്ടാൽ ഈ ഡിഫറൻസ് എ മൈനസ് എ എന്ന് പറഞ്ഞ പെയർ എന്ന് പറഞ്ഞ പെയർ വന്നാലാണ് നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആകുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പെയർ വരണമെങ്കിൽ എ മൈനസ് എ ഇൻറ്റിജർ ആവണം. എ മൈനസ് എ കാണുമ്പോൾ എത്ര വരും? 0 ഈസ് ആൻ ഇൻറ്റിജർ. 0 ഇൻറ്റിജറാ. ഏത് എ എടുത്താലും എ മൈനസ് എ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 അത് ഇൻറ്റിജറാ. 1 എടുത്താൽ 1 - 1 ഇൻറ്റിജറാ. 2 എടുത്താൽ 2 - 2 0 ഇൻറ്റിജർ. ഏതെടുത്താലും എ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണ്, 0 ആണ്, അത് ഇൻറ്റിജർ ആണ്. 0 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാ, ഈസ് ആൻ ഇൻറ്റിജർ. therefore a belongs to R for all a belongs to a belongs to Z. ഏതൊരു ഇൻറ്റിജർ എ എടുത്താലും കറസ്പോണ്ടിങ് പെയർ എ നമ്മുടെ റിലേഷനകത്തുണ്ട്. കാരണം എ മൈനസ് എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, 0 ആണ്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പറയാം R ഈസ് റിഫ്ലെക്സീവ്. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ജനറലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പ്രോബ്ലം സിമെട്രിക്കാണ്. സിമെട്രിക്കിന് എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണമെന്നേ ഉള്ളൂ. എ ബി ഉണ്ടെങ്കിൽ ബി എ വരണം. നമുക്ക് നോക്കാം. എ ബി സപ്പോസ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ നമ്മളങ്ങ് എടുത്തു. എയും ബിയും ഏതോ ഇൻറ്റിജേഴ്സ് ആണ്, എ ബി ഉണ്ട്. എ ബി റിലേഷനകത്തുള്ളത് കൊണ്ട് നമുക്ക് പറയാം എ ബി ഉണ്ടാവണമെങ്കിൽ എ മൈനസ് ബി ഇൻറ്റിജറാണ്. എ മൈനസ് ബി ഈസ് ആൻ ഇൻറ്റിജർ. എ മൈനസ് ബി ഉറപ്പായിട്ട് ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ ഒരു ഇൻറ്റിജർ എടുത്താൽ അതിൻ്റെ നെഗറ്റീവ് ഒരു ഇൻറ്റിജറാണ്. 4 ഒരു ഇൻറ്റിജറാണ്, -4 ഇൻറ്റിജറാണ്. -5 ഇൻറ്റിജറാണ്, അതിൻ്റെ നെഗറ്റീവായ 5 ഇൻറ്റിജറാണ്. അപ്പോൾ ഒരു ഇൻറ്റിജർ ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എടുത്താലും ഇൻറ്റിജറാണ്. അത് സംശയം വരും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ എ മൈനസ് ബി ഒരു ഇൻറ്റിജർ അല്ലേ, അതിന് നെഗറ്റീവ് ഇട്ടാലും അത് ഇൻറ്റിജർ തന്നെയാണ്, ഈസ് ആൻ ഇൻറ്റിജർ. ഏത് ഇൻറ്റിജർ എടുത്താലും അതിന് നെഗറ്റീവ് എടുത്താലും ഇൻറ്റിജർ തന്നെയാണ്. പോസിറ്റീവ് ഇൻറ്റിജർ, നെഗറ്റീവ് ഇൻറ്റിജർ ഒന്നുകൂടെ പറഞ്ഞിട്ടില്ല, ഇൻറ്റിജറിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇവിടെ ഒരു ഇൻറ്റിജർ കിട്ടി, അതിന് നെഗറ്റീവ് എടുത്താലും അത് വേറൊരു ഇൻറ്റിജറാണ്. അപ്പോൾ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. -a + b ഈസ് ആൻ ഇൻറ്റിജർ. നമുക്ക് പോസിറ്റീവ് ആദ്യം എഴുതാം. b - a ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, b - a ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് പറയാം ba. x - y ഇൻറ്റിജർ ആണെങ്കിൽ xy ഉണ്ടെന്നില്ലേ. അപ്പം b - a ഇൻറ്റിജർ ആണെങ്കിൽ ba. ദാറ്റ് ഇംപ്ലൈസ് ba ബിലോങ്സ് ടു R. ba ബിലോങ്സ് ടു R ആണെങ്കിൽ b - a ഇൻറ്റിജർ ആവുന്നത്. അപ്പം നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ab ബിലോങ്സ് ടു R ഇംപ്ലൈസ് ba ബിലോങ്സ് ടു R. ab ഉണ്ടെങ്കിൽ ba ഉറപ്പായിട്ടുണ്ട്.
അത് എ മൈനസ് ബി ഇൻറ്റിജർ ആണെങ്കിൽ ഉറപ്പായിട്ടും ബി മൈനസ് എയും ഇൻറ്റിജറാണ്. അത് സംശയമില്ല, ഒരു നെഗറ്റീവ് പോസിറ്റീവിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം എ ബി ബിലോങ്സ് ടു ആർ ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി എ ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ നമുക്ക് പറയാം therefore ആർ ഈസ് സിമെട്രിക്. ആറ് സിമെട്രിക്കും ആണ്. അപ്പൊ റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് ആദ്യം കിട്ടി, ഇപ്പം കിട്ടി സിമെട്രിക്കും ആണെന്ന്. അപ്പൊ ഈ റിലേഷൻ റിഫ്ലെക്സീവും ആണ് സിമെട്രിക്കും ആണ്. ഇനി ട്രാൻസിറ്റീവും കൂടെ ആണെങ്കിൽ ഈക്വലൻസ് റിലേഷൻ ആണ്. നമുക്ക് നോക്കാം ട്രാൻസിറ്റീവ് ആണെന്ന്. അപ്പൊ അതിനായിട്ട് ഇപ്പൊ റിഫ്ലെക്സീവ് ഞാൻ വായിക്കുവാണേ. ട്രാൻസിറ്റീവ് അപ്പൊ ഏതോ 3 എലിമെന്റ്സ് നമ്മൾ ആദ്യം അതിനായിട്ട് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എടുക്കുവാണേ. എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് എ ബി ഒരുമിച്ച് എഴുതില്ല, എ ബി കോമ ബി സി, എ ബി ബി സി ഒരുമിച്ച് വന്നാലല്ലേ എ ബി ബി സി ബിലോങ്സ് ടു ആർ എന്ന് തൽക്കാലം അങ്ങ് എടുത്തേക്കുക. ഏതോ 3 ഇൻറ്റിജേഴ്സ് ആണ് എയും ബിയും സിയും. അപ്പൊ എ ബിയും ഉണ്ട് ബിയും ഉണ്ടെന്ന് ബി സിയും ഉണ്ടെന്ന് നമ്മൾ അങ്ങ് എടുത്തേക്കുക. അങ്ങനെ എടുത്താൽ നമുക്ക് എ സി കിട്ടണം. എ സി കിട്ടിയാൽ മതി, നമുക്ക് നോക്കാൻ കിട്ടുന്നുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് എ ബി റിലേഷനകത്തുള്ളത് കൊണ്ട് എ ബി വരണമെങ്കിൽ എ മൈനസ് ബി ഇൻറ്റിജർ ആയിരിക്കണം, എ മൈനസ് ബി ഇൻറ്റിജർ ആയിരിക്കണം. അതുപോലെ തന്നെ ബി സി റിലേഷനകത്തുള്ളത് കൊണ്ട് ബി മൈനസ് സിയും ആർ ഇൻറ്റിജേഴ്സാണ്. എ ബി നമ്മുടെ റിലേഷനകത്തുള്ളത് കൊണ്ട് എ മൈനസ് ബി ഇൻറ്റിജറാണ്. ബി സി റിലേഷനകത്തുള്ളത് കൊണ്ട് ബി മൈനസ് സിയും ഇൻറ്റിജറാണ്. അപ്പൊ 2 ഇൻറ്റിജേഴ്സ് കൂട്ടിയാലും നമുക്ക് വേറൊരു ഇൻറ്റിജർ അല്ലേ കിട്ടുള്ളൂ. എ ബിയും ബി സി അല്ല, 2 ഇൻറ്റിജർ എ മൈനസ് ബിയും ബി മൈനസ് സിയും 2 ഇൻറ്റിജറിന്റെ സമ്മും ഒരു ഇൻറ്റിജർ തന്നെയാണ്. 2 ഇൻറ്റിജേഴ്സ് കൂട്ടിയാലും വേറൊരു ഇൻറ്റിജറെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈസ് ഇൻറ്റിജർ. ഇത് രണ്ടും എ മൈനസ് ബിയും ഇൻറ്റിജർ ആണ്, ബി മൈനസ് സിയും ഇൻറ്റിജർ ആണ്. ഇത് രണ്ടും കൂട്ടിയാലും നമുക്കൊരു ഇൻറ്റിജറിന് കിട്ടും. അപ്പൊ നമ്മൾ കൂട്ടുമ്പോൾ മൈനസ് ബിയും പ്ലസ് ബിയും വെട്ടിപ്പോയിട്ട് എ മൈനസ് സി ഈസ് ആൻ ഇൻറ്റിജർ എന്ന് കിട്ടി. എ മൈനസ് സി ഇൻറ്റിജർ ആണെങ്കിൽ എ മൈനസ് സി, അപ്പൊ എ സി ദാറ്റ് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. കണ്ടോ കിട്ടിയത്? എ ബിയും ബി സിയും റിലേഷനകത്ത് ഉണ്ടെങ്കിൽ എ സി ഉണ്ടെന്ന് നമുക്ക് കിട്ടി. നമ്മളിങ്ങനെ 2 ഇൻറ്റിജർ അത് കൂട്ടിയാലും 3ാമത് ഇൻറ്റിജർ കിട്ടും. ആ കിട്ടുന്നത് നമുക്ക് വേണ്ട കണ്ടീഷൻ എ സി ബിലോങ്സ് ടു ആർ. അപ്പൊ നമുക്കറിയാം എ ബി ബി സി ആറിലുണ്ട്, എ സിയും ഉണ്ട്. therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. നമുക്ക് ആദ്യം കിട്ടിയായിരുന്നു ആർ ഈസ് റിഫ്ലെക്സീവ്, പിന്നീട് ആർ ഈസ് സിമെട്രിക് എന്ന് കിട്ടി, ഇപ്പം ട്രാൻസിറ്റീവ് എന്ന് കിട്ടി. അപ്പൊ നമുക്കിത് 3 ഒരുമിച്ച് പറഞ്ഞ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇത് 3 കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. ദിസ് റിലേഷൻ ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. അപ്പൊ ഇതൊരു ഈക്വലൻസ് റിലേഷനാണ്. ക്ലിയർ ആയോ? എളുപ്പമാണ്. ഇതുപോലെ അങ്ങ് ചെയ്തത് ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു റിലേഷൻ R1 എന്ന് പറയണേ. ഓൺ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ. റിയൽ നമ്പേഴ്സ് എടുത്തത് കൊണ്ടാണ് നമ്മൾ റിലേഷൻ R1 എന്ന് പറഞ്ഞത്. A relation R1 on the set of real numbers R. നമ്മുടെ റിയൽ ലൈനില്ലേ, റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ സെറ്റ് എ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ റിലേഷൻ അതുകൊണ്ട് R1 എടുത്തു. R1 is equal to set of all ordered pairs A, B such that A less than or equal to B. ഇത് നമുക്ക് ജനറൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല റിലേഷൻ, കാരണം റിയൽ നമ്പേഴ്സ് ഒക്കെ ഇല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചുമ്മാ നമുക്ക് വെറുതെ എഴുതാൻ പറ്റത്തില്ല, ജനറൽ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ R1 എന്ന് പറയുന്ന റിലേഷൻ, നമ്മുടെ റിലേഷനിൽ സെറ്റ് ഓഫ് ഓൾ പേഴ്സ് എ ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വരുന്ന എല്ലാ പേരും നമ്മുടെ റിലേഷൻ വരും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ നമുക്കിവിടെ റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ എ വരണം. എ വരണമെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കണം. ലെറ്റ് എ ബിലോങ്സ് ടു റിയൽ നമ്പർ ആർ. നമ്മുടെ റിയൽ നമ്പറിൽ നമ്മുടെ സെറ്റായ ആറിലെ ഒരു എലമെന്റ് എ എടുത്തു. അപ്പോൾ നമുക്കിവിടെ പറയാം ക്ലിയർലി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഒരു സംശയമില്ല, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കണ്ടീഷൻ ഓക്കെയാണ്. therefore എ ബിലോങ്സ് ടു ആർ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വന്നാൽ എ ബി ഉണ്ട്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വന്നാൽ എ എന്ന് പറഞ്ഞ പേര് നമ്മുടെ റിലേഷനകത്തുണ്ട്. ഏത് എ എടുത്താലും ഓക്കെ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, 1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 ആണ്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് പറയാം അതേസമയം ലെസ് ദാൻ എ ഉണ്ടായിരുന്നല്ലേ പറ്റിയില്ലായിരുന്നു. എ ലെസ് ദാൻ ബി എന്നാണെങ്കിൽ നടക്കത്തില്ല. എ ലെസ് ദാൻ എ എന്ന് എടുക്കാൻ പറ്റില്ല. ഈക്വൽ ടു കൂടെ വന്നതുകൊണ്ടാണ്, നമുക്ക് എടുക്കാം. അതുകൊണ്ട് എ ബിലോങ്സ് ടു ആർ ആണ്. അത് റിഫ്ലെക്സീവാണ്. ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണോ നോക്കാൻ വേണ്ടി എ ബി ബിലോങ്സ് ടു ആർ എടുത്തു.
എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ ബി നമ്മുടെ റിലേഷനകത്ത് ഉണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കണം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്നെങ്കിൽ തിരിച്ച് നമുക്ക് എഴുതാൻ പറ്റണം നിർബന്ധമുണ്ടോ? ദിസ് നോട്ട് ഇംപ്ലൈ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇത് ഒരിക്കലും ശരിയാവത്തില്ല. കാരണം ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഓക്കെ, ബട്ട് 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 തിരിച്ചെഴുതാൻ പറ്റിയല്ല നമുക്ക്. അപ്പം ഇവിടെ പറ്റത്തില്ല. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതിയെന്ന് വെച്ചോണ്ട് തിരിച്ച് നമുക്ക് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതാൻ നിർബന്ധവും എഴുതാൻ പറ്റണമെന്നില്ല. ചില കേസ് ഈക്വൽ ആവുന്നിടത്ത് മാത്രമേ ഇപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് തിരിച്ചു എഴുതാം. ഈക്വൽ ആവുമ്പോൾ മാത്രമേ തിരിച്ചെഴുതാൻ പറ്റുള്ളൂ. ഡിഫറൻ്റ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് എടുത്താൽ ഒരിക്കലും തിരിച്ചെഴുതാൻ പറ്റില്ല. അപ്പം നമുക്ക് പറയാം therefore ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. ബി എ തിരിച്ചു വരണം. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വന്നാലല്ലേ ബി എന്ന് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ കിട്ടത്തില്ല. അപ്പം നമുക്ക് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ കിട്ടി. അപ്പം എ ബി ഉണ്ടെങ്കിൽ ബി എ വരുന്നില്ല. അപ്പം സിമെട്രിക് അല്ല. ഈ റിലേഷൻ സിമെട്രിക് അല്ല. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്നും കൂടി നോക്കാം. റിലേഷൻ ആർ ഈസ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആയപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ നമ്മൾ 2 എണ്ണം എടുക്കണം. എ ബി ബി സി അല്ലേ? എ ബി ബി സി ബിലോങ്സ് ടു ആർ. ആറല്ല R1 ആണ്. ഞാൻ ഇത്ര നേരം ആറല്ല R1 ആണ്. R1 എ ബി ബി സി ബിലോങ്സ് ടു R1 ഇംപ്ലൈസ് എ ബി R1 ഉണ്ടാവണമെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കണം. ആൻഡ് ബി സി R1 ഉണ്ടായിരിക്കണമെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കണം. അപ്പോൾ അതുവേണ്ടി നമുക്ക് കമ്പൈൻ ചെയ്തെഴുതാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അടുത്തത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഒരുമിച്ച് എഴുതി. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഒരുമിച്ച് എഴുതി. ഇതിങ്ങനെ നോക്കിയാൽ നമുക്കിപ്പോൾ ഇടയ്ക്കത്തെ ബി എ വേണേ ഒഴിവാക്കാം. നമുക്ക് അതിനെ വേണേ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എഴുതാം. കാരണം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 2 എഴുതണമെന്നില്ല. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കത്തേതിനെ വേണേൽ വിട്ട് കളയാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി വന്നു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി വന്നാൽ എ സി ഉണ്ട്. എ സി ബിലോങ്സ് ടു ആർ. കണ്ടോ? എ ബിയും ബി സിയും റിലേഷൻ R1 ആണ്. റിലേഷൻ്റെ അകത്തുണ്ടെങ്കിൽ എ സിയും റിലേഷൻ്റെ അകത്തുണ്ട്. അപ്പോൾ ട്രാൻസിറ്റീവ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല. ഈ റിലേഷൻ സിമെട്രിക് അല്ല. ഓക്കെ, അപ്പം റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക്. ഓക്കെ, ഒരു ദിവസം കൂടെ ഇവിടെ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ചെറിയൊരു സെറ്റ് R is equal to അല്ല എ സെറ്റ് എ തന്നിട്ടുണ്ട്. 1 തൊട്ട് 5 വരെ. 1 തൊട്ട് 5 വരെയുള്ള സെറ്റാണ് എ. R എന്ന് പറഞ്ഞ റിലേഷൻ തന്നിട്ടുണ്ട്. R is the relation on A given by R is equal to set of all ordered pairs A B such that modulus A minus B is even. Modulus A minus B is even. Modulus A minus B is even. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഈക്വലൻസ് റിലേഷൻ ആണോ നോക്കണം. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ഒക്കെ ആണോ നോക്കണം. അതിന് നോക്കണമെങ്കിൽ നമുക്ക് റിലേഷൻ എഴുതണം. അപ്പം നിങ്ങൾ റിലേഷൻ എഴുതണം. എ ക്രോസ് എ ഫുള്ള് നോക്കണേ. എ ക്രോസ് എ നമുക്ക് ഓരോ നോക്കാം. 1 1 എടുത്താൽ മോഡ് എ മൈനസ് ബി എന്നുള്ളത് മോഡ് 1 മൈനസ് 1. മോഡുലസ് 1 മൈനസ് 1 അത് 0 ആണ്, ഈവൻ ആണ്. പലരും 0 അതങ്ങ് എടുക്കത്തില്ല. ബാക്കിയൊക്കെ കറക്റ്റായിട്ട് എഴുതും. 1 1 2 2 എന്നുള്ളത് അതങ്ങ് എടുക്കത്തില്ല. അതെടുക്കാതില്ല റിഫ്ലെക്സീവ് പ്രോപ്പർട്ടിയാണ് നഷ്ടമാകുന്നത്. അപ്പോൾ 1 1 എടുക്കുമ്പോൾ ഓക്കെ ഈവനാണ്. ഇനി 1 2 എടുത്താൽ മോഡുലസ് 1 മൈനസ് 2. 1 മൈനസ് 2 ഡിഫറൻസ് എടുക്കുമ്പോൾ 1 ആണ്. ഇത് ഈവൻ അല്ല, നോട്ട് ഈവൻ. അടുത്ത 1 3 എടുത്താൽ ഇംപ്ലൈസ് മോഡുലസ് 1 മൈനസ് 3. 1 മൈനസ് 3 മൈനസ് 2 ആണെങ്കിൽ മോഡുലസ് എടുക്കുമ്പോൾ 2 വരും, ഈവൻ. അപ്പം അങ്ങനെ ഓരോന്നും നോക്കണം. അപ്പം നമുക്ക് ഇനി അതൊക്കെ എഴുതാം. R is equal to സെറ്റ് 1 1 ഓക്കെ ആണ്. 1 2 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 1. ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ ഈവൻ അല്ല. 1 3 ഓക്കെയാ. 1 3 ഡിഫറൻസ് 2 ആണ്. 1 4 എടുക്കുമ്പോഴത്തേക്കും 3 ആ, പറ്റത്തില്ല. 1 5 എടുക്കുമ്പോൾ 4 വരും, അത് ഓക്കെയാ. 1ൻ്റെ തീർക്കും. 1 5 വരെയുള്ളൂ. ഇനി 2 എടുക്കുക. 2 1 എന്നൊരു ഡിഫറൻസ് 1 ആണ്, ശരിയാവത്തില്ല. 2 2 ഡിഫറൻസ് 0, ഈവൻ ആണ്. 2 3 പറ്റത്തില്ല. 2 4 ഡിഫറൻസ് 2 വരും. 2 5 പറ്റത്തില്ല. ഇനി 3 എടുക്കാം. 3 1 ഓക്കെയാണ്. 3 2 പറ്റത്തില്ല. 3 3 ഓക്കെയാണ്. 3 4 പറ്റത്തില്ല. 3 5 ഓക്കെയാണ്. ഇനി 4
4 2 എടുക്കാം, 4 1 പറ്റിയില്ല, 4 2 എടുക്കാം, 4 3 പറ്റത്തില്ല, 4 4 എടുക്കാം. 5 1 ഓക്കെയാണ്, 5 2 പറ്റത്തില്ല, 5 3 ഓക്കെയാണ്, 5 5 ഓക്കെ. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇതാ കണ്ടീഷൻ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ആ റിലേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ റിഫ്ലെക്സീവ് ആണോ ഒക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ സെറ്റ് എ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അല്ലേ. അപ്പോൾ നമുക്ക് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 4 4 5 5 എല്ലാം ഉണ്ട്. 1 1 2 2 എക്സെട്രാ 5 5 എല്ലാം ഉണ്ട്. ബിലോങ്സ് ടു ആർ. Therefore R is reflexive. റിഫ്ലെക്സീവ് ആണ്. ഒരു സംശയമില്ല, R is reflexive. എല്ലാം ഉള്ളതുകൊണ്ട് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി നമുക്ക് സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ 1 3 ഉണ്ട്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്. 1 3 and 3 1 belongs to R. രണ്ടും ഉണ്ട്. ഇനി 1 5 and 5 1, 1 5 and 5 1 belongs to R. ഓക്കെ. 2 2 നോക്കണ്ട, 2 4 ഉം 4 2 ഉണ്ട്. 2 4 എല്ലാം നോക്കണേ. 4 2 belongs to R. അടുത്തത് 3 1. 3 1 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, എഴുതണ്ട. 3 1 നോക്കണ്ട. 3 3 3 5 3 5ൻ്റെ എഴുതിയില്ല. 3 5 ഉം 5 3 ഉം ഉണ്ട്. 5 3 ഇതല്ലേ, belongs to R. ഇനി 3 5 4 2ൻ്റെ നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അത് എഴുതണ്ട. 5 1 ഇവിടെ എഴുതിയിട്ടുണ്ട്, എഴുതിയത് പിന്നെ എഴുതണ്ട. 5 3 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ട്. Therefore R is symmetric. R is symmetric. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് നോക്കുക. ട്രാൻസിറ്റീവ് നോക്കുമ്പോൾ ഇത് വലിയ സെറ്റാണ്. നിങ്ങൾ റിഫ്ലെക്സീവിൻ്റെ എലിമെന്റ്സിനെ ഒഴിവാക്കിയിട്ടുള്ള സെറ്റ് കൺസിഡർ ചെയ്യുക. കൺസിഡർ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി വരുന്ന എലിമെന്റ്സ് നമുക്ക് ഒഴിവാക്കാം. കൺസിഡർ സെറ്റ് 1 3 1 5 2 4 3 1 3 5 4 2 5 1 5 3. റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി വരുന്ന എലിമെന്റ്സിനെ ഞാൻ ഒഴിവാക്കി. എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യാം. 1 3 എടുക്കുമ്പോൾ 3യിൽ തുടങ്ങുന്നത് ഫുൾ എടുക്കണം. 3 തുടങ്ങും 3 1 ഉം 3 5 ഉം ഉണ്ട്. 1 3 3 1 ഉണ്ട്, 1 3 3 5 ഉണ്ട്. ഇത് രണ്ടും നോക്കണം. ബിലോങ്സ് ടു ആർ. ഇത് രണ്ടും ഉണ്ട്. 1 3 എടുക്കുമ്പോൾ 3യിൽ തുടങ്ങുന്നത് ഫുൾ അതിനോട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ 1 3 ഉം 3 1 ഉം കൂടി എടുക്കുമ്പോൾ ഇത് രണ്ടും പോയിട്ട് നടുക്കത്തേത് പോയിട്ട് 1 1 നമ്മുടെ റിലേഷനകത്തുണ്ട്. ഈ പുതിയ എഴുതിയതിൻ്റെ ഒറിജിനൽ റിലേഷനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ. ഈ 1 3 3 5 എടുക്കുമ്പോൾ 3 കളഞ്ഞിട്ട് 1 5 ഉണ്ടല്ലോ, ഇതല്ലേ ഇവിടെ ഉണ്ട്. 1 5 ബിലോങ്സ് ടു ആർ. അപ്പോൾ നമ്മൾ 1 3യുടെ കാര്യം നോക്കി. ഇതുപോലെ 1 5 എടുക്കുക. 1 5 എടുക്കുമ്പോൾ 5ൽ തുടങ്ങുന്നത് മുഴുവൻ 5 1 ഉം 5 3 എടുക്കണം. 5 1 എടുക്കണം, 1 5ൻ്റെ കൂടെ 5 3 എടുക്കണം. ഇത് രണ്ടും ബിലോങ്സ് ടു ആർ ആണ്. ഇംപ്ലൈസ് 1 5 and 5 1 1 5 5 1 1 1 1 5 ഉം 5 1 എടുക്കുമ്പോഴത്തേക്കും 1 1 വരും, ബിലോങ്സ് ടു ആർ. അടുത്ത 1 5 ഉം 5 3 ഉം ബിലോങ്സ് ടു ആർ എടുക്കുമ്പോഴത്തേക്കും ഈ നടുക്കത്തേത് പോയിട്ട് 1 3 വരും. 1 3 ബിലോങ്സ് ടു ആർ. മനസ്സിലായോ? അപ്പോൾ 1 5ൻ്റേത് തീർന്നു. ഇനി 2 4ൻ്റെ നോക്കുക. 2 4 എടുക്കുമ്പോൾ 4ൽ തുടങ്ങുന്നതാണ് നോക്കേണ്ടത്. 4ൽ തുടങ്ങുന്നത് 4 2 മാത്രമേ ഉള്ളൂ. ബാക്കിലോട്ടും കൂടി നോക്കിയോണേ. 4 2 ബിലോങ്സ് ടു ആർ. അപ്പോൾ 2 4 ഉം 4 2 കൂടെ വരുമ്പോൾ ഇത് രണ്ടും പോയിട്ട് 2 2 ബിലോങ്സ് ടു ആർ. 2 4 നോക്കി. ഇനി ഇതുപോലെ എല്ലാം നോക്കുക. 3 1 എടുക്കുക. 3 1 എടുക്കുമ്പോൾ 1ൽ തുടങ്ങുന്ന പുറകിലോട്ട് നോക്കണം. 3 1 ഉം 1 3 3 1 ഉം 1 3 എടുക്കുമ്പോൾ 3 3 ഉണ്ട്. 3 1 ഉം 1 5 എടുക്കുമ്പോൾ 3 5 ഉണ്ട്. ഇവിടെ ഉണ്ട്. അപ്പം 3 1ൻ്റെ നോക്കി. ഇനി 3 5 എടുക്കുക. 3 5 എടുക്കുമ്പോഴത്തേക്കും 5 1 ഉം 5 3 ഉം കൂടെ രണ്ടും എടുക്കണം. 3 5 എടുക്കുമ്പോഴത്തേക്കും 5 3 5 എടുക്കുമ്പോഴത്തേക്കും 5ൽ തുടങ്ങുന്നത് എടുക്കുക. 5ൽ തുടങ്ങുന്ന 5 1 എടുക്കണം. 3 5 എടുക്കുമ്പോൾ 5ൽ തുടങ്ങുന്ന 5 3 എടുക്കണം. രണ്ടും എടുക്കണം.
ബിലോങ്സ് ടു ഇംപ്ലൈസ് 3 5 ഉം 5 1 കൂടി ഒരുമിച്ച് വരുമ്പോഴത്തേക്കും 5 കളഞ്ഞിട്ട് 3 1 എടുക്കാം. 3 1 ബിലോങ്സ് ടു ആർ. 3 5 5 3 വരുമ്പോൾ 5 കളഞ്ഞിട്ട് 3 3 ബിലോങ്സ് ടു ആർ. അപ്പോൾ 3 5 എടുത്തു. ഇനി അതുപോലെ 4 2 എടുക്കുമ്പോൾ 2 ൽ തുടങ്ങുന്ന ഇവിടെയാണ് 2 4 ഉണ്ട്. 4 2 ഉം 2 4 ഉം വരുമ്പോൾ 4 4 അതുണ്ട്. അത് 5 1 എടുക്കുമ്പോൾ 1 ൽ തുടങ്ങുന്നതാണ് 1 5 1 3 1 5 അത് ഇതുപോലെ ചെക്ക് ചെയ്യുക. 5 3 എടുക്കുമ്പോൾ 3 ൽ തുടങ്ങുന്ന രണ്ടെണ്ണമുണ്ട് അത് ഇതുപോലെ ചെക്ക് ചെയ്യുക. എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്ക് ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് കിട്ടി, സിമെട്രിക് എന്ന് കിട്ടി, ട്രാൻസിറ്റീവ് എന്ന് കിട്ടി. മൂന്നും കൂടെ ഒരുമിച്ച് വന്നാൽ നമ്മുടെ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ. Therefore the relation is an equivalence relation. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത് ചെയ്ത് ശരിക്കും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്ലാസ് നിർത്താം. താങ്ക് യു.